Hey all, Assalamu alaikum, welcome back. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പിസ്സന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി കണ്ട് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1.5 കപ്പ് മൈദ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതിനുശേഷം 1 സ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇവയൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഈസ്റ്റും അതേപോലെ തന്നെ 2 ടീസ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി മാറ്റിയെടുക്കണം. അങ്ങനെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങാൻ വേണ്ടിക്ക് വെക്കുക. ഒരു 2-3 മണിക്കൂർ തന്നെ മതിയാവും, നല്ലപോലെ ഒന്ന് പൊങ്ങിയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മളൊരു പാൻ വെക്കുക. പാന് ചൂടായാൽ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഓയിലൊന്ന് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വന്നാൽ ഇനി ഉപ്പും മുളകും ചേർത്തിട്ടുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു 1/2 വേവാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നുള്ളത് ഒരു 1.5 കഷ്ണം ഉള്ളിയാണ് കേട്ടോ. അത് ചെറിയ കഷ്ണങ്ങളാക്കി തരുന്നതാണ്, ക്യൂബ്സ് ആയിട്ട്. ഇനി ഇതിലോട്ട് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും, അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 സ്പൂണ് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് പിസ്സൻ്റെ ബേസ് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡോ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ പൊങ്ങിയിട്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 പാർട്ടാക്കി മാറ്റിയിട്ട് നല്ലോണം തിക്കായിട്ടല്ല, എന്നാൽ നല്ലോണം തിന്നായിട്ടും അല്ല, ഒരു മീഡിയം സൈസിൽ പരത്തിയെടുക്കണം. ഈ പരത്തിയെടുത്തത് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ബേസാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന എന്തിട്ടാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫില്ലിങ്ങും ചീസും ഒക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുമ്പം ചീസ് നല്ല ബ്രൗൺ കളറാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ബേസ് ഒന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ ഫില്ലിങ്ങും ചീസും ഒക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബേക്ക് ചെയ്യാൻ എടുത്തത് 180ൽ 5 മിനിറ്റ്സ് ആണ്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ പിസ്സ സോസാണ് ബേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ എല്ലായിടത്തും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങും അതേപോലെ തന്നെ ചീസും കൂടി വെച്ച് കൊടുക്കുക. ചീസും കൂടി മുകളിൽ വെച്ചതിന് ശേഷം 180ൽ ഒരു 5 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ പറയാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. താങ്ക്